ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള DIY ഡെക്കേഴ്സാണ് കാണുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വാക്സോ ക്രയോൺസോ അല്ലെങ്കിൽ കളറോ പെയിൻറ്റോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ചിലവും ഇല്ലാണ്ട് കാൻഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ മനോഹരമായ കാൻഡിൽസ് ആഘോഷ ദിവസങ്ങളായിക്കോട്ടെ അല്ലാണ്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ന്യൂബ ഷെയർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഇതുപോലത്തെ പഴയ പ്ലാസ്റ്റിക് പീസുകളാണ്, കവറുകൾ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വീറ്റ് ബോക്സൊക്കെ കിട്ടുന്ന മുകളിൽ ട്രാൻസ്പെറൻറ്റ് കവറോ ഇല്ലെങ്കിൽ നമ്മുടെ പഴയ ബോട്ടിൽസോ ഏതിൻ്റെയും ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി അതിന് ശേഷം ആ ഓരോ ചെറിയ പീസുകളുടെ നടുവിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കണം. നമുക്ക് കാൻഡിൽ വിക്കോ അല്ലെങ്കിൽ നമ്മുടെ തിരി കയറ്റാനായിട്ടാണ് ഇങ്ങനെ ചെറിയൊരു ഹോള്, ഒരു തിരി അല്ലെങ്കിൽ ഒരു നൂല് കയറ്റുന്ന ഭാഗത്തിലുള്ളൊരു ഹോൾസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ഈ ഹോൾസിൻ്റെ ഉള്ളിൽ നമുക്ക് വിളക്കിൽ മറ്റ് യൂസ് ചെയ്യുന്ന തിരി യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഴയ മുണ്ട് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം. അല്ലെങ്കിൽ കാൻഡിൽ വിക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ പഞ്ഞി കോട്ടൺ വീട്ടിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലെ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെയായിട്ടൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഹോൾസ് ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ കയറ്റി വിടാം. എന്നിട്ട് എക്സസ് ആയിട്ട് കാണുന്ന മുകൾ ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ കാൻഡിൽസിൽ തിരിയായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കിനി മുട്ടത്തോട് കൊണ്ടുള്ള കാൻഡിൽസ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ മുട്ടത്തോട് എടുത്തിട്ട് അതിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാം. അതിനുശേഷം അതിലോട്ട് നമ്മുടെ ക്യൂടെക്സ് നെയിൽ പോളിഷ് ഇഷ്ടമുള്ള കളർ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഇതുപോലെ പഴയ സ്വീറ്റ് ബോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിൻ്റെ ബേസായിട്ട് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മുട്ടത്തോട് വെക്കാം. അതിലോട്ട് ഒരു 90% ഫില്ല് ആവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഇനി തിരി വെച്ചതിന് ശേഷം നമുക്ക് അതുപോലെ കത്തിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ആദ്യം വെള്ളം ഒഴിച്ചു, പിന്നെ അതിന് മുകളിൽ യൂസ് ചെയ്ത എണ്ണ അതിന് മുകളിൽ തിരി വെച്ചു. അപ്പം നമ്മുടെ എഗ്ഗ് കാൻഡിൽസ് റെഡി. ഇനി നമുക്കടുത്തത് ഗ്ലാസ് കാൻഡിൽസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇപ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് ബൗളിൽ നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. പിന്നെ വീട്ടിൽ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ ബ്രേസ്ലെറ്റോ അങ്ങനെ ഒരു ബൗളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലിട്ട് കുറച്ച് ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്തത്, ഗിഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഒരു കുട്ടി ഗ്ലാസ് ബൗളിലോട്ട് പൂക്കൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തെച്ചിപ്പൂവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സ്റ്റോൺ വർക്കുള്ള ബ്രേസ്ലെറ്റോ ചെയിനോ ഒക്കെ ചെറിയ ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിയുള്ള ഏതെങ്കിലും പൂക്കൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ എനിക്ക് 10 മണി പൂവാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് ബൗളിൻ്റെ സ്പെഷ്യൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായി കാണും. ഇത് തുളസിയുടെ വിത്താണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കളർഫുൾ കാൻഡിൽസിനായിട്ട് 2 ഇതുപോലത്തെ ഇതിലോട്ട് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫുഡ് കളർ ഇല്ലെങ്കിൽ ഇപ്പോൾ റെഡ് കളറിന് ഉള്ള നമ്മുടെ കേസരി പൗഡറോ പിന്നെ ഉജാലയൊക്കെ യൂസ് ചെയ്യാം കളർ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ കാൻഡിൽ വിക്ക് ഇതുപോലെ ഉണ്ടാക്കിയ കാൻഡിൽ വിക്കിലോട്ട് ആ തിരിയുടെ അറ്റത്തായിട്ട് കുറച്ച് വിളക്കിൽ യൂസ് ചെയ്യുന്ന എണ്ണ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ പൊരിച്ച് ബാക്കി വരുന്ന എണ്ണ ഉണ്ടാവുമല്ലോ, ലെഫ്റ്റ് ഓവർ ഓയിൽ, അത് നമുക്ക് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഗ്ലാസ് ബൗളിലോട്ടും ഞാൻ എണ്ണ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് തിരി വയ്ക്കാം. തിരി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആ പ്ലാസ്റ്റിക് പോർഷൻ വെള്ളത്തിന് എണ്ണയുടെ താഴെയായിട്ട് ഇറങ്ങി ചെല്ലണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായി താഴേക്ക് വെക്കുക. തിരി മുകളിലായിട്ട് നിവർത്തി വെർട്ടിക്കലാക്കി വെക്കണം. അങ്ങനെ എല്ലാ ബൗളിലും ഞാൻ തിരി വെച്ചതിന് ശേഷം നമുക്കിത് ഇനി കത്തിക്കാം. അപ്പം അതിനായിട്ട് നോക്കൂ, ഇതുപോലെ ഇരട്ടത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി കാണും. നോക്കൂ, അപ്പം നല്ല മനോഹരമായിട്ടുള്ള വാട്ടർ കാൻഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാക്സോ ക്രാൻഡിലോ ക്രയോൺസോ പെയിൻറ്റോ ഒന്നും തന്നെ ആവശ്യമില്ല. ആകെ ആവശ്യമുള്ളത് വെള്ളം, പിന്നെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരുപാട് സ്മെല്ലുള്ള എണ്ണയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് മണത്തിനായിട്ട് എന്തെങ്കിലും റോസ് വാട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. സ്മെല്ല് വരത്തില്ല.
അപ്പോൾ ഇതുപോലുള്ള വാട്ടർ കനൽസ് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയിട്ട് ഈ ദീപാവലിക്ക് വീട് നല്ല മനോഹരമായിട്ട് അലങ്കരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഗുഡ് ബൈ.